എന്നെ വസന്തേച്ചി. അല്ല മോളെ, ഞാൻ കാണുമ്പോ നിനക്ക് പണിയാണല്ലോ. നിനക്ക് ക്ഷീണമൊന്നുമില്ലേ? അത് പിന്നെ വീട്ടിലെ പണികളൊക്കെ അങ്ങനെയല്ലേ, നമ്മൾ സാധാരണ ചെയ്യുന്നല്ലേ ചേച്ചി. ഇതിപ്പോ ഇത്ര വലിയ കഷ്ടപ്പാടാ? നീ രാവിലെ 5 മണിക്ക് എണിച്ചതല്ലേ? ഞാൻ അവിടെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു, നിന്നോടൊന്ന് സംസാരിക്കാൻ വരണം പറഞ്ഞിട്ട്. ഞാൻ നോക്കുമ്പോ നിനക്ക് പണി തന്നെ. അപ്പൊ അവിടെ നോക്കുമ്പോ നീ ഇവിടെ ഇരിക്കുന്നത് കണ്ടു. അത് കാരണം ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഞാൻ 4:45 എഴുന്നേറ്റു. എന്നാലും 24 മണിക്കൂർ നീ പണിയെടുക്കുകയല്ലേ. നിന്നെ പോലെ ചൊറുചുറുക്കുള്ളൊരു കുട്ടിനെ ഈ നാട്ടിൽ മുഴുവൻ തിരഞ്ഞാൽ കിട്ടില്ല. അതിനും വേണൊരു ഭാഗ്യം. എപ്പോഴെങ്കിലും ഒക്കെയല്ലേ ഞാൻ വീട്ടിലേക്ക് വരൂ, അപ്പോഴെങ്കിലും അമ്മേനെ സഹായിക്കാൻ പറ്റൂ. അന്നേരം ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുക്കും, അത്രേ ഉള്ളൂ. എന്നാ ചേച്ചി കുറച്ചു നേരം ഇരിക്കേ, ഞാൻ ചായ എടുക്കാം. വേണ്ട വേണ്ട, ചായ ഒന്നും വേണ്ട. എനിക്ക് വയ്യേ? ഇല്ലേ ചേച്ചി, ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാ ശരി, ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. അനിക്കുന്നുണ്ടല്ലോ. തോന്നുന്നത്. അമ്മേ, നിനക്കിത് എന്ത് പറ്റി? എന്താ തലയെ കൈമറ്റിരിക്കുന്നത്? എന്താന്നറിയില്ല, നല്ല തലവേദന. ഇത്ര നേരം നിനക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, എന്ത് പെട്ടെന്ന് തലവേദന വരെ? ഒരു കുഴപ്പമില്ലായിരുന്നു, ഇത്ര നേരം വസന്തേച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, വസന്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ്തോ, വന്ന് കിടന്നോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് പണ്ട് കാര്യം ആലോചിച്ചാൽ മതി. വാ, ഇരിക്കണ്ട, നീ വന്ന് കിടക്കാൻ നോക്ക്. അമ്മ എടുക്കുമോ? എനിക്കിപ്പോ തന്നെ ഒന്ന് കിടക്കണം. കഴിഞ്ഞ ആഴ്ച വസന്തി ഒരു വരവ് വന്നു കഴിഞ്ഞാൽ 2 ആഴ്ച കിടന്നു. ഇനിയിപ്പോ ഇവളുടെ കാര്യം എന്താണാവോ? വസന്തിയാണല്ലോ അത് വരുന്നത്. ദൈവമേ, ഒന്ന് പോയാ മതിയായിരുന്നു. ശാരദനെ ഞാനിവിടെ കണ്ടതാണല്ലോ, ഒരു മിന്നായം പോലെ. അവളിവിടെ ഇല്ലേ? ഇനിയിപ്പോ ആരെയാ കിട്ടുക? ഓ മതി, ഇന്നത്തേക്കത് മതി. നല്ല ആളുടെ അടുത്തേക്ക് പോയിരിക്കുന്നത്, കണക്കിന് കിട്ടും. ഓ ദൈവമേ, ഇത് ഇവളായിരുന്നോ? വസന്തേച്ചി അല്ലേ ഇത്? വസന്തേച്ചി, വസന്തേച്ചി ഒന്ന് നിക്ക്. വസന്തേച്ചി, എങ്ങോട്ടാ ഓടുന്നത്? എന്തൊരു ഓട്ടമാണപ്പാ ഈ വയസ്സിലും. ബാക്കിയുള്ളവർക്ക് 2 അടക്കി ഉണക്കുമ്പോഴത്തേക്കും നടു നിർത്താൻ വയ്യ. അതിനിടയ്ക്ക് വീഴലും കഴിഞ്ഞു. അത് നിങ്ങൾ കുറച്ച് വേണ്ടതാ വസന്തേച്ചി. എന്തായാലും നാട്ടുകാർക്ക് മുഴുവൻ പണി കൊടുക്കുന്നല്ലേ. ഇന്നത്തേക്ക് ഇത് മതി. പാവം വസന്തേച്ചി, ഇതുപോലെയുള്ള ചിലരെങ്കിലും നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും കാണാൻ കഴിയില്ലേ?